അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഇഖ്റ ഓൺലൈൻ സ്റ്റഡി ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നാം ചർച്ച ചെയ്യുന്നത് 2020 നടന്ന കേട്ടറ്റ് കാറ്റഗറി 4 പരീക്ഷയുടെ ചോദ്യപേപ്പർ അവലോകനമാണ്. ഇതിൽ തന്നെ നാം ഇന്ന് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പാർട്ട് 3 സെക്ഷൻ 1 ക്വസ്റ്റ്യൻ പേപ്പറാണ്. അതായത് അറബിക് കണ്ടൻറ്റുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് ഇന്ന് നാം ചർച്ച ചെയ്യുന്നത്. 71ാമത്തെ ചോദ്യം മുതൽ 120 വരെയുള്ള ചോദ്യങ്ങളാണ് പാർട്ട് 3 സെക്ഷൻ 1 ഉൾപ്പെട്ടിരിക്കുക. ഈ ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. 71ാമത്തെ ചോദ്യം, ഷാഇറുൻ യുറഫു ബി റഹീനുൽ മുഹബ്ബിസീൻ. റഹീനുൽ മുഹബ്ബിസീൻ എന്ന പേരിൽ അറിയപ്പെടുന്ന കവി ആരാണ്? ഓപ്ഷൻ എ ഹാരിസ് ബിൻ ഹില്ലിസ, ഓപ്ഷൻ ബി അബുൽ അലാ ഉൽ മഅരി, ഓപ്ഷൻ സി തൊറഫത്ത് ബിനുൽ അബ്ദ്, ഓപ്ഷൻ ഡി അൻതറത്ത് ബിൻ ഷദാദ്. ദ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി അബുൽ അലാ ഉൽ മഅരി. ഇദ്ദേഹത്തെയാണ് റഹീനുൽ മുഹബ്ബസീൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 72, നജീബ് മഹ്ഫൂദ് ഹസല അല ജായിസ. നജീബ് മഹ്ഫൂദിന് നോബൽ സമ്മാനം ലഭിച്ചു. അദ്ദേഹത്തിന് നോബൽ സമ്മാനം ലഭിച്ചത് ഏത് മേഖലയിലാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ നോബൽ ലിൽ അദബിൽ അറബി. അറബി സാഹിത്യത്തിലാണ് അദ്ദേഹത്തിന് നോബൽ സമ്മാനം ലഭിച്ചത്. ഓപ്ഷൻ ബി ഫൈസൽ ലിൽ അദബിൽ അറബി. അറബി സാഹിത്യത്തിൽ ഫൈസൽ അവാർഡാണ് അദ്ദേഹത്തിന് ലഭിച്ചത്. നോബൽ ലിൽ അദബിൽ ഇൻജിലീസി. ഇംഗ്ലീഷ് സാഹിത്യത്തിലാണ് അദ്ദേഹത്തിന് നോബൽ സമ്മാനം ലഭിച്ചത്. ഓപ്ഷൻ ഡി ബോക്കാർ ലിൽ അദബിൽ അറബി. അദ്ദേഹത്തിന് അദബുൽ അറബിൽ ബുക്കർ അവാർഡാണ് ലഭിച്ചത്. ദ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ നോബൽ ലിൽ അദബിൽ അറബി. അദ്ദേഹത്തിന് അറബി സാഹിത്യത്തിലാണ് നോബൽ സമ്മാനം ലഭിച്ചത്. 1988 അറബി സാഹിത്യത്തിലാണ് അദ്ദേഹത്തിന് നോബൽ സമ്മാനം ലഭിച്ചത്. അദ്ദേഹത്തിൻ്റെ ഔലാദു ഹേറത്തിന എന്ന റിവായക്കായിരുന്നു ആ നോബൽ സമ്മാനം ലഭിച്ചത്. അപ്പോൾ നജീബ് മഹ്ഫൂദിന് നോബൽ സമ്മാനം ലഭിച്ചത് അദബുൽ അറബിലാണ് എന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ അത് ലഭിച്ച വർഷം 1988. അതിന് തിരഞ്ഞെടുത്ത അദ്ദേഹത്തിൻ്റെ റിവായയുടെ പേര് ഔലാദു ഹേറത്തിന എന്ന അദ്ദേഹത്തിൻ്റെ നോവലായിരുന്നു. 73ാമത്തെ ക്വസ്റ്റ്യൻ, മൗളൂഉ കിതാബുൽ അയ്യാം. കിതാബുൽ അയ്യാം എന്ന ഗ്രന്ഥത്തിലെ പ്രതിപാദ്യ വിഷയം എന്താണ്? ഓപ്ഷൻ എ അർ റിവായ വാഖിഇയ്യ, ഓപ്ഷൻ ബി അർ റിവായ താരിഖിയ്യ, ഓപ്ഷൻ സി അർ റിവായ അൽ ആതിഫിയ്യ, ഓപ്ഷൻ ഡി അർ റിവായ തർജുമാദാത്തിയ. അയ്യാം എന്നത് ഒരു ഓട്ടോബയോഗ്രഫിയാണ്. അതുകൊണ്ട് തന്നെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി അർ റിവായ തർജുമാദാത്തിയ, ഒരു ആത്മകഥയാണത്. 74ാമത്തെ ക്വസ്റ്റ്യൻ, ഉസ്സിസത്ത് അർ റാബിതത്തുൽ ഖലമിയ ആം. ഏത് വർഷമാണ് അർ റാബിതത്തുൽ ഖലമിയ എന്ന സാഹിത്യ സംഘടന സ്ഥാപിക്കപ്പെട്ടത്? ഏത് വർഷമാണ് അർ റാബിതത്തുൽ ഖലമിയ എന്ന സാഹിത്യ സംഘടന സ്ഥാപിക്കപ്പെട്ടത്? ഓപ്ഷൻ എ 1920, ഓപ്ഷൻ ബി 1921, ഓപ്ഷൻ സി 1932, ഓപ്ഷൻ ഡി 1933. ദ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ 1920. 1920 ന്യൂയോർക്കിലാണ് അർ റാബിതത്തുൽ ഖലമിയ എന്ന സാഹിത്യ സംഘടന രൂപീകൃതമാകുന്നത്. ഒരു കൂട്ടം സാഹിത്യകാരന്മാർ ഒത്തുകൂടിയിട്ടുള്ള ഒരു സാഹിത്യ സംഘടനയാണിത്. അതിൻ്റെ തലപ്പത്ത് ജിബ്രാൻ ഖലീൽ ജിബ്രാൻ ആയിരുന്നു എന്നുകൂടെ നമ്മൾ ഓർത്തുവെക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 75, റായിദു അൽ മസ്രഹിയത്തിൽ ഇസ്ലാമിയ. ഇസ്ലാമിക നാടകത്തിൻ്റെ റായിദായി അറിയപ്പെടുന്നത് ആരെയാണ്? റായിദി എന്ന് പറഞ്ഞാൽ മുൻപിൽ നടന്ന ആള്. അതിൻ്റെ നേതാവായിക്കൊണ്ട് അറിയപ്പെടുന്നത് ആരെയാണ്? ഓപ്ഷൻ എ നജീബ് മഹ്ഫൂദ്, ഓപ്ഷൻ ബി നജീബ് കീലാനി, ഓപ്ഷൻ സി
തോഹ ഹുസൈൻ. ഓപ്ഷൻ ഡി അലി അഹ്മദ് ബാക്കസീർ. ദ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി അലി അഹ്മദ് ബാക്കസീർ. അലി അഹ്മദ് ബാക്കസീറാണ് റായിദുൽ മസ്രഹിയത്തുൽ ഇസ്ലാമിയ എന്ന പേരിൽ അറിയപ്പെടുന്നത്. 76-ാമത്തെ ക്വസ്റ്റ്യൻ, മുഅല്ലിഫു അൽ ഇസ്ലാമു ഫിൽ ഹിന്ദ്. അൽ ഇസ്ലാം ഫിൽ ഹിന്ദ് എന്ന ഗ്രന്ഥത്തിൻ്റെ രചയിതാവ് ആരാണ്? ഓപ്ഷൻ എ അബുൽ ഹസൻ അലി നദ്വി. ഓപ്ഷൻ ബി അഷെയ്ഖ് അബ്ദുൽ ഹയ്യുൽ ഹുസ്നി. ഓപ്ഷൻ സി അദ്ദക്തൂർ അബ്ദുൽ മുൻഇം അന്നമിർ. ഓപ്ഷൻ ഡി അഷാഹ് വലിയുല്ലാഹി അദ്ദഹ്ലവി. ദ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി അദ്ദക്തൂർ അബ്ദുൽ മുൻഇം അന്നമിർ. ഇദ്ദേഹമാണ് മുഅല്ലിഫു അൽ ഇസ്ലാം ഫിൽ ഹിന്ദ്. 77-ാമത്തെ ക്വസ്റ്റ്യൻ, അൽ ജുംലത്തുൽ ഇസ്മിയ ലഹ റുക്നാനി ഹുമ. നഹ്വിൽ നിന്നുള്ള ഒരു ചോദ്യമാണിത്. അൽ ജുംലത്തുൽ ഇസ്മിയ ലഹ റുക്നാനി. ജുംലത്തുൽ ഇസ്മിയക്ക് 2 റുക്നുകളുണ്ട്. ഏതൊക്കെയാണ് ആ റുക്നുകൾ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ അൽ ഇസ്മു അൽ ഖബറു. ഓപ്ഷൻ ബി അൽ മുബ്തദഉ അൽ ഖബറു. ഓപ്ഷൻ സി അൽ ഫാഇലു അൽ മഫ്ഊലു. ഓപ്ഷൻ ഡി അസ്സിഫത്തു അൽ മൗസൂഫു. ദ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി അൽ മുബ്തദ വൽ ഖബർ. ജുംലത്തുൽ ഇസ്മിയയുടെ 2 റുക്നുകളാണ് അൽ മുബ്തദ വൽ ഖബർ. 78-ാമത്തെ ക്വസ്റ്റ്യൻ, അസഹുൽ കിതാബ് ബാദൽ ഖുർആനിൽ കരീം. വിശുദ്ധ ഖുർആനിന് ശേഷം ഏറ്റവും അസഹായിട്ടുള്ള കിതാബ് ഏതാണ്? വിശുദ്ധ ഖുർആൻ കഴിഞ്ഞാൽ ഏറ്റവും അസഹായ, ഏറ്റവും സഹീഹായി കണക്കാക്കപ്പെടുന്ന ഗ്രന്ഥം ഏതാണ്? ഓപ്ഷൻ എ സഹീഹുൽ ബുഖാരി. ഓപ്ഷൻ ബി റിയാദുസ് സാലിഹീൻ. ഓപ്ഷൻ സി സഹീഹു മുസ്ലിം. ഓപ്ഷൻ ഡി അൽ മുസ്നദ്. ഏതാണ് അസഹ് കിതാബ് ബാദൽ ഖുർആനിൽ കരീം? ഓപ്ഷൻ എ സഹീഹുൽ ബുഖാരിയാണ് അസഹു കിതാബുൻ ബാദൽ ഖുർആനിൽ കരീം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 79, മുതർജിമു അൽ റിവായ അൽ ബുഅ്സാ. അൽ ബുഅ്സാ എന്ന റിവായയുടെ മുതർജിം എവിടെ നിന്ന്? മിനൽ ഫറൻസിയ ഇലൽ അറബിയ. അൽ ബുഅ്സാ എന്ന റിവായ ഫ്രഞ്ച് ഭാഷയിൽ നിന്ന് അറബിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തത് ആരാണ്? ഓപ്ഷൻ എ ഇബ്രാഹിം അബ്ദുൽ ഖാദിർ അൽ മാസീനി. ഓപ്ഷൻ ബി നജീബ് മഹ്ഫൂൽ. ഓപ്ഷൻ സി ഹാഫിൽ ഇബ്രാഹിം. ഓപ്ഷൻ ഡി മുസ്തഫ ലുത്ഫി അൽ മൻഫലൂത്തി. ഏതാണ് കറക്റ്റ് ആൻസർ? ഓപ്ഷൻ സി ഹാഫിൽ ഇബ്രാഹിം. ഹാഫിൽ ഇബ്രാഹിമാണ് അൽ ബുഅ്സാ എന്ന റിവായ മിനൽ ഫറൻസിയ ഇലൽ അറബിയ, ഫ്രഞ്ച് ഭാഷയിൽ നിന്ന് അറബിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തത്. ക്വസ്റ്റ്യൻ നമ്പർ 80, യുഅറഫു അബൂ നുവാസ് ബി. അബൂ നുവാസ് അറിയപ്പെടുന്നത് താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏത് വിഭാഗത്തിലാണ്, ഏത് പേരിലാണ് അദ്ദേഹത്തെ അറിയപ്പെടുന്നത്? ഓപ്ഷൻ എ അൽ മുവഷിഹാത്ത്. ഓപ്ഷൻ ബി അൽ സുഹദിയാത്ത്. ഓപ്ഷൻ സി അൽ ഖംറിയാത്ത്. ഓപ്ഷൻ ഡി അൽ ഇസ്ലാമിയാത്ത്. അദ്ദേഹം ഖംറിയാത്തിലാണ് അറിയപ്പെടുന്നത്. മദ്യത്തിൻ്റെ കവി എന്ന രൂപത്തിൽ അദ്ദേഹത്തെ അൽ ഖംറിയാത്ത് എന്ന പേരിലാണ്, ഷാഇറുൽ ഖംറി എന്ന പേരിലാണ് അദ്ദേഹത്തെ എന്ത് ചെയ്യുന്നത്, അറിയപ്പെടുന്നത്. ദ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 81, ഇഖ്റ അന്നസ് സുമ്മ അജിബ് അനിൽ അസ്ഇലത്തില്ലത്തി തലീഹി. 81 മുതൽ 85 വരെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകേണ്ടത് താഴെ കൊടുത്തിരിക്കുന്ന നസ്, താഴെ കൊടുത്തിരിക്കുന്ന പാരഗ്രാഫ് വായിച്ച് അതിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം താഴെ വരുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുകയാണ് വേണ്ടത്. ഈ ചോദ്യം നമ്മളിവിടെ സ്കിപ്പ് ചെയ്യുകയാണ്. കാരണം ഇത്തരം പാരഗ്രാഫുകൾ ആവർത്തിച്ച് വരാൻ സാധ്യത വളരെ കുറവായതുകൊണ്ട് തന്നെ ഈ ഒരു ചോദ്യം നമ്മളിവിടെ നമ്മുടെ വീഡിയോയുടെ ലെങ്ത് ഭയപ്പെട്ടത് കൊണ്ട് സ്കിപ്പ് ചെയ്യുന്നു. പക്ഷേ ഇത്തരം ചോദ്യങ്ങൾ
100% 5 മാർക്ക് നേടാൻ നമുക്ക് പറ്റുന്നതാണ്. ഒരാവർത്തി ശ്രദ്ധിച്ച് വായിച്ചാൽ അതിനുശേഷം വരുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാൻ സാധിക്കും. അതുകൊണ്ട് ഇത്തരം ചോദ്യങ്ങൾ ഒരു നിലക്കും നമ്മൾ മാർക്ക് നഷ്ടപ്പെടുത്തുവാൻ പാടില്ല എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 86. അൽ ഉംലത്തുൽ മുസ്തഖ്ദിമ ഫി മസർ. മസറിൽ ഉപയോഗിക്കുന്ന നാണയം, അവരുടെ കറൻസി, അതിൻ്റെ പേര് എന്താണ്? ഈജിപ്തിൽ ഉപയോഗിക്കുന്ന കറൻസിയുടെ പേര് എന്താണ്? ഓപ്ഷൻ എ ലീറ, ഓപ്ഷൻ ബി ദിർഹം, ഓപ്ഷൻ സി ജുനൈഹ്, ഓപ്ഷൻ ഡി ദീനാർ. ഏതാണ് മസറിൽ ഉപയോഗിക്കുന്ന കറൻസി? ദ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, ജുനൈഹ്. അതുപോലെ തന്നെ സുഡാനിലും ജുനൈഹ് തന്നെയാണ് കറൻസി. ഓപ്ഷനിൽ കാണുന്ന ലീറ തുർക്കിയുടെ ഒംലയാണ്. അതുപോലെ തന്നെ ദിർഹം UAE-യുടെ ഒംലയാണ്. ദീനാർ കുവൈത്തിൻ്റെ ഒംലയാണ് എന്നെല്ലാം നമ്മൾ ഓർത്തുവെക്കുക. റിയാൽ എന്നത് സൗദി അറേബ്യയിൽ ഉപയോഗിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇത്തരം അറബ് രാഷ്ട്രങ്ങളുടെ ഒംലകളും അതിൻ്റെ തലസ്ഥാനങ്ങളൊക്കെ തന്നെ കേട്ടറ്റ് പോലെയുള്ള പരീക്ഷകൾക്ക് നമ്മൾ റഫർ ചെയ്യേണ്ടതാണ്, പഠിക്കേണ്ടതാണ്. ഇത്തരം ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നതും അതുതന്നെയാണ്. ഏതെല്ലാം മേഖലയിൽ നിന്നാണ് ചോദ്യങ്ങൾ വരിക എന്ന് നമുക്കൊരു ധാരണയുണ്ടാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യനുകൾ ഇതുപോലെ അവലോകനം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം ചോദ്യങ്ങൾ നിങ്ങൾ കൃത്യമായി കൊണ്ട് പഠിച്ച് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 87. സാഹിബ് ഹാദൽ ബൈത്ത്. ഈ വരികളുടെ, ഈ ബൈത്തിൻ്റെ സാഹിബ് ആരാണ്? അല അയ്യുഹല്ലൈലു ത്വവീലു അലഞ്ചലി ബിസുബ്ഹിൻ വമൽ ഇസ്ബാഹു മിൻകാ ബിഅംസലി എന്ന ഈ വരികൾ ആരുടേതാണ് എന്നുള്ളതാണ്. ഇത് ആരുടെ മുഅല്ലഖയിൽ നിന്ന് എടുത്ത വരികളാണ്? ഓപ്ഷൻ എ സുഹൈർ ബിൻ അബി സുൽമ, ഓപ്ഷൻ ബി ഹസ്സാൻ ബിൻ സാബിത്ത്, ഓപ്ഷൻ സി കഅബ് ബിൻ സുഹൈർ, ഓപ്ഷൻ ഡി ഇംറുൽ കൈസ്. ഇത് ആരുടെ വരികളാണ്? ദ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ഇംറുൽ കൈസ്. ഇംറുൽ കൈസിൻ്റെ മുഅല്ലഖയുടെ വരികളാണിത്. ക്വസ്റ്റ്യൻ നമ്പർ 88. സൂറത്തുൻ തുറഫു ബി ഉമ്മുൽ ഖുർആൻ. ഉമ്മുൽ ഖുർആൻ എന്ന പേരിൽ, വിശുദ്ധ ഖുർആനിൻ്റെ മാതാവ് എന്ന പേരിൽ അറിയപ്പെടുന്ന സൂറത്ത് ഏതാണ്? ഓപ്ഷൻ എ സൂറത്തുൽ ഫാത്തിഹ, ഓപ്ഷൻ ബി സൂറത്തുൽ റഹ്മാൻ, ഓപ്ഷൻ സി സൂറത്തു യാസീൻ, ഓപ്ഷൻ ഡി സൂറത്തുൽ ഇഖ്ലാസ്. ഏതാണ് കറക്റ്റ് ആൻസർ? ഓപ്ഷൻ എ സൂറത്തുൽ ഫാത്തിഹ. സൂറത്തുൽ ഫാത്തിഹയാണ് ഉമ്മുൽ ഖുർആൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 89. സാഹിബു നുസ്ഹത്തുൽ ഖവാത്തിർ. നുസ്ഹത്തുൽ ഖവാത്തിർ എന്ന ഗ്രന്ഥത്തിൻ്റെ രചയിതാവ് ആരാണ്? ഓപ്ഷൻ എ ഇബ്നു ബത്തൂത്ത, ഓപ്ഷൻ ബി അബ്ദുൽ ഹയ്യുൽ ഹുസ്നി, ഓപ്ഷൻ സി അബൂ റൈഹാൻ അൽ ബൈറൂനി, ഓപ്ഷൻ സി അബൂ റൈഹാൻ അൽ ബൈറൂനി, ഓപ്ഷൻ ഡി അൽ മസ്ഊദി. ദ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി അബ്ദുൽ ഹയ്യുൽ ഹുസ്നി. ഇദ്ദേഹത്തിൻ്റെതാണ് നുസ്ഹത്തുൽ ഖവാത്തിർ എന്ന ഗ്രന്ഥം. ക്വസ്റ്റ്യൻ നമ്പർ 90. അത്തഖമുൽ ഖാത്തി മിനൽ ആത്തിയ. താഴെ കൊടുത്തിരിക്കുന്നതിൽ തെറ്റായിട്ടുള്ള ഗ്രൂപ്പിൽപ്പെടാത്തത് ഏതാണ്? അവ്വലു റിവായ അറബിയ, സൈനബ്. ഓപ്ഷൻ ബി അവ്വലു റിവായ വാഖിഇയ്യ റഖമിയ, ളിലാലുൽ വാഹിദ്. ഓപ്ഷൻ സി അവ്വലു റിവായ ഇസ്ലാമിയ, വാ ഇസ്ലാം. ഓപ്ഷൻ ഡി അവ്വലു റിവായ താരിഖിയ, അസായിറുൽ അഹ്മർ. ഇവിടെ കറക്റ്റ് ആൻസർ, അതായത് ഇവിടെ തെറ്റായി കൊടുത്തിരിക്കുന്ന ഓപ്ഷൻ ഏതാണ്? അവ്വലു റിവായ താരിഖിയ എന്നത് ഇബ്രാഹിമുൽ കാത്തിബാണ്. എന്നാൽ ഇവിടെ കൊടുത്തിരിക്കുന്നത് അസായിറുൽ അഹ്മർ എന്നാണ്. അതുകൊണ്ട് ദ കറക്റ്റ് ആൻസർ ഇവിടെ ഓപ്ഷൻ ഡി ആണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതോടൊപ്പം തന്നെ ഈ ഓപ്ഷനുകളിൽ നിന്ന് വേറെയും 3 കാര്യങ്ങൾ നമുക്ക് പുതുതായി പഠിക്കാൻ പറ്റും. ഒന്നാമത്തെ ഓപ്ഷനും രണ്ടാമത്തെ ഓപ്ഷനും മൂന്നാമത്തെ ഓപ്ഷനൊക്കെ പുതിയ കാര്യങ്ങളാണ്. ഇതുകൂടെ നമ്മൾ ഇതിൻ്റെ കൂടെ നോട്ട് ചെയ്ത് പഠിക്കേണ്ടതാണ്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 91. ഇഖ്തർ അസ് സഹീഹ്.
ഏറ്റവും ശരിയായതിനെ തിരഞ്ഞെടുത്ത് എഴുതുക. ലദയ്യ ഹംസത റൂബിയ. ഓപ്ഷൻ ബി ലദയ്യ ഹംസ് റൂബിയ. ഓപ്ഷൻ സി ലദയ്യ ഹംസ് റൂബിയാത്ത്. ഓപ്ഷൻ ഡി ലദയ്യ ഹംസത റൂബിയാത്ത്. ദ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ലദയ്യ ഹംസ് റൂബിയാത്ത് എന്നതാണ്. അദദുമായി ബന്ധപ്പെട്ട വിഷയമാണിത്. നമ്മുടെ ഇഖ്റ ചാനലിൽ നഹ്വിൽ നിന്ന് അതിൻ്റെ ഇബ്തിദായിയ മുതലുള്ള ഭാഗങ്ങൾ ഓരോന്നായിക്കൊണ്ട് വിശദീകരിച്ച് വരുന്നുണ്ട്. ഈ ഒരു സ്ഥാനത്തെത്തുന്ന സമയത്ത് അതത് നമ്മൾ കൃത്യമായിക്കൊണ്ട് മനസ്സിലാക്കി തരുന്നതാണ്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 92. ഖൗലുഹു തആല തുഅത്തിൽ മുൽക മൻ തശാ വതൻസിഉൽ മുൽക മിമ്മൻ തശാ. മിസാലുല്ലി. ഇത് ഇൽമുൽ ബലാഗയിൽ നിന്ന് ഉള്ള ഒരു ചോദ്യമാണ്. വിശുദ്ധ ഖുർആനിലെ ഒരു വചനമാണിത്. ഈ വചനം കൊടുത്തിട്ട് ഇത് താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതിനോട് യോജിക്കുന്ന ഉദാഹരണമാണ് എന്നുള്ളതാണ്. ഓപ്ഷൻ എ അത്തൗരിയ. ഓപ്ഷൻ ബി അത്തിബാഖ്. ഓപ്ഷൻ സി അൽ മുഖാബില. ഓപ്ഷൻ ഡി അൽ ജിനാസ്. ദ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി അത്തിബാഖ്. അത്തിബാഖ് എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. 93-ാമത്തെ ക്വസ്റ്റ്യൻ. തർജിമ അശ്ഇറു വീണപ്പൂവ് ഇല മലയാളമിയ. വീണപ്പൂവ് എന്ന കവിത മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തത് ആരാണ്? ഈ ചോദ്യം കേൾക്കുമ്പോൾ തന്നെ ഇതിൽ എന്തോ ഒരു അവ്യക്തതയുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അത് എന്താണ്? ഈ ചോദ്യം ചോദിച്ചിരിക്കുന്നത് വീണപ്പൂവ് എന്നുള്ളത് ഓൾറെഡി മലയാളത്തിലുള്ള ഒരു കവിതയാണ്. അതിനെ വീണ്ടും മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. ആ വർഷത്തിൽ ഈ ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്ത ചോദ്യമാണ്. അടുത്ത ക്വസ്റ്റ്യൻ. തമ്മ ഇൻഷാഉ ബോളാക്ക് ഫി അഹദി. ആരുടെ കാലഘട്ടത്തിലാണ് ബോളാക്ക് എന്ന ഗ്രന്ഥശാലയുടെ നിർമ്മാണം പൂർത്തീകരിച്ചത്? ഇത് ഒരു ഗ്രന്ഥശാലയാണ്. ഇത് മിസ്റിലാണിത്. മിസ്റിലെ ബോളാക്ക് എന്ന സ്ഥലത്തുള്ള ഒരു ഗ്രന്ഥശാലയാണ്. അതുകൊണ്ടാണ് അതിന് ആ പേര് ലഭിച്ചിരിക്കുന്നത്. ഇത് ആരുടെ കാലത്താണ് ഇതിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ചത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ നെപ്പോളിയൻ. ഓപ്ഷൻ ബി മുഹമ്മദ് അലി ബാഷ. ഓപ്ഷൻ സി ഹുദൈവി അബ്ബാസ്. ഓപ്ഷൻ ഡി ജമാൽ അബ്ദുൽ നാസിർ. ദ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി മുഹമ്മദ് അലി ബാഷ. അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലാണ് ബോളാക്ക് എന്ന ഗ്രന്ഥശാലയുടെ നിർമ്മാണം പൂർത്തീകരിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ. ഔലാദു ഹൈറത്തിന കിതാബുൻ ഫി. ഔലാദു ഹൈറത്തിന എന്നത് ഏത് വിഷയം കൈകാര്യം ചെയ്യുന്ന ഗ്രന്ഥമാണ്? നമ്മൾ മനസ്സിലാക്കി ഇത് നജീബ് മഹ്ഫൂദിന് നോബൽ പ്രൈസിന് അർഹനാക്കിയിട്ടുള്ള ഗ്രന്ഥമാണിത്. അതിൽ ചർച്ച ചെയ്യുന്ന വിഷയം എന്താണ് എന്നുള്ളതാണ് ഇവിടെ ചോദ്യം. അസീറ ദാത്തിയ. ഇത് അദ്ദേഹത്തിൻ്റെ ഓട്ടോബയോഗ്രഫിയാണോ? ഓപ്ഷൻ ബി അൽ ഖിസ്സത്തുൽ ഖസീറ, ചെറുകഥ. അതുപോലെ തന്നെ ഓപ്ഷൻ സി അൽ മസ്രഹിയ, നാടകം. ഓപ്ഷൻ ഡി അൽ റിവായ, നോവൽ. ഇത് ഒരു നോവലാണ് ഔലാദു ഹൈറത്തിന എന്നുള്ളത്. ദ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, അൽ റിവായ. ക്വസ്റ്റ്യൻ നമ്പർ 96. ഷായിറുൻ ലുഖിബ ബി ഷായിറു ഷഅബ്. ഷായിറു ഷഅബ് എന്ന പേരിൽ അറിയപ്പെടുന്ന കവി ആരാണ്? ഓപ്ഷൻ എ അഹ്മദ് ഷൗഖി. ഓപ്ഷൻ ബി അബുൽ അലാ ഉൽ മഅരി. ഓപ്ഷൻ സി ഹാഫിൽ ഇബ്രാഹിം. ഓപ്ഷൻ ഡി അബുൽ കാസിം ഉഷാബി. ഈ ഒരു കവിക്ക് ഷായിറുൻ നീൽ എന്ന പേരും കൂടെയുണ്ട്. ആൻസർ ഇപ്പോൾ വ്യക്തമായിട്ടുണ്ടാവും. ഹാഫിൽ ഇബ്രാഹിമാണ് ഷായിറു ഷഅബ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ദ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 97. ആസിമത്തു അൽ മഗ്രിബ്. മൊറോക്കോയുടെ തലസ്ഥാനം ഏതാണ്? ഓപ്ഷൻ എ അമ്മാൻ. ഓപ്ഷൻ ബി തമാറ. ഓപ്ഷൻ സി ദിമഷ്ക്. ഓപ്ഷൻ ഡി അരിബാത്ത്. ദ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി അരിബാത്ത്. ഇതൊക്കെ പലപ്പോഴും പല ചോദ്യങ്ങളിലും ആവർത്തിച്ചു കൊണ്ടേയിരിക്കുന്ന ചോദ്യങ്ങളാണ്. ഇത്തരം ചോദ്യങ്ങളെല്ലാം അറബ് രാഷ്ട്രങ്ങളുടെ തലസ്ഥാനങ്ങൾ നമ്മൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. നമുക്കറിയാം കേട്ടറ്റ് പരീക്ഷയ്ക്ക് 1 മാർക്കിന് പോലും വിലയുള്ളതാണ്
പല ആളുകളും 1 മാർക്കിന് 2 മാർക്കിനൊക്കെ ഫെയിലാവാറുണ്ട്. അതുകൊണ്ട് തന്നെ നിസ്സാരമായി കാണുന്ന ഇത്തരം ചോദ്യങ്ങളൊക്കെ നമ്മൾ കൃത്യമായി കൊണ്ട് മനസ്സിലാക്കുക. നമ്മൾ അറബ് രാജ്യങ്ങളുടെ തലസ്ഥാനങ്ങൾ മാത്രം ചർച്ച ചെയ്യുന്ന ഒരു വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർക്ക് വേണ്ടി ഞാൻ അതിൻ്റെ ലിങ്ക് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ വെക്കുന്നുണ്ട്. നിങ്ങൾക്കത് കണ്ട് പഠിക്കാവുന്നതാണ്. ക്വസ്റ്റ്യൻ നമ്പർ 98. ഹംസത്തുൽ ഖത്അ. താഴെ കൊടുത്തിരിക്കുന്ന ഹംസകളിൽ ഹംസത്തുൽ ഖത്അ ഏതാണ് എന്നുള്ളതാണ്. ഇസ്തിഖ്ദാം, ഓപ്ഷൻ ബി ഇഹ്ദിന, ഓപ്ഷൻ സി ഇയ്യാക, ഓപ്ഷൻ ഡി അൽഹംദു. ഇതിൽ ഏതാണ് ഹംസത്തുൽ ഖത്അ എന്നുള്ളത്? ദ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. ഇയ്യാക എന്നതിലുള്ള ഹംസയാണ് ഹംസത്തുൽ ഖത്അ ആയിക്കൊണ്ട് അറിയപ്പെടുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, തുവാഫിക്കുൽ ഫാസിലത്തൈനി ഫി ഫിഖറത്തൈനി ഔ അക്സർ ഫിൽ ഹറഫിൽ അഖീരി ഔ ഹുവ തുവാഫിക്കു അവാഖിറ ഫവാസിലൽ ജുമൽ യുസമ്മ. ഇത് ഇൽമുൽ ബലാഗയിൽ നിന്നുള്ളൊരു ചോദ്യമാണ്. 2 ഫിക്രകളുടെ അവസാനം അത് ഒരേപോലെ വരിക. അത് ഇൽമുൽ ബലാഗയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നതാണ് ആ വിഷയം. ഓപ്ഷൻ എ അൽ മുഖാബല, ഓപ്ഷൻ ബി അൽ ജിനാസ്, ഓപ്ഷൻ സി അൽ സജ്, ഓപ്ഷൻ ഡി അൽ ഇക്തിബാസ്. ദ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, അസജ്. തുവാഫിക്കുൽ ഫാസിലത്തൈനി ഫിൽ ഹറഫിൽ അഖീർ എന്ന് പറയുന്നത് സജിൻ്റെ നിർവചനമാണ്. ഒരു ഫിക്രയിലെ 2 ഫിക്രയിലെ അവസാനത്തെ ഹറഫുകൾ എല്ലാം തുല്യമായിക്കൊണ്ട് ഒരേപോലെ വരുന്നുവെങ്കിൽ, യോജിച്ച് വരുന്നുവെങ്കിൽ അതിന് അസജ് എന്നാണ് ഇൽമുൽ ബലാഗയിൽ പറയുക. 100ാമത്തെ ക്വസ്റ്റ്യൻ, ഇസ്മു ഇബ്നു ഹൈസം അസാഹിബു കിതാബുൽ മനാലിർ. കിതാബുൽ മനാലിർ എന്ന ഗ്രന്ഥത്തിൻ്റെ സാഹിബായ ഇബ്നു ഹൈസമിൻ്റെ പേര് എന്താണ്? ഓപ്ഷൻ എ അൽ ഹസൻ ബിൻ ഹൈസം, ഓപ്ഷൻ ബി ഉമർ ബിൻ ഹൈസം, ഓപ്ഷൻ സി അലി ബിൻ ഹൈസം, ഓപ്ഷൻ ഡി ഇബ്രാഹിം ബിൻ ഹൈസം. ദ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ അൽ ഹസൻ ബിൻ ഹൈസം. ഹസൻ ബിൻ ഹൈസം എന്നതാണ് അദ്ദേഹത്തിൻ്റെ നാമം. അടുത്തത് 101 മുതൽ 105 വരെയുള്ള ചോദ്യങ്ങൾ. ഒരു പദ്യം നൽകിയിട്ട് അതിൻ്റെ ശേഷം വരുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുവാനാണ്. ആ ഒരു പദ്യം നമ്മളിവിടെ സ്കിപ്പ് ചെയ്യുകയാണ്. ഇത്തരം ചോദ്യങ്ങൾ നിങ്ങൾ ഒരാവർത്തി വായിച്ചാൽ തന്നെ നിങ്ങൾക്ക് ഉത്തരം എഴുതുവാൻ സാധിക്കുന്നതാണ്. കേട്ടറ്റ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർ ആരും തന്നെ ഇതുപോലെയുള്ള 10 മാർക്കിനുള്ള ചോദ്യങ്ങളാണ് ഇത്തരം ചോദ്യപേപ്പറുകളിൽ സാധാരണ വരാറുള്ളത്. ഒന്നൊരു പാരഗ്രാഫ് കൊടുത്തുകൊണ്ടും മറ്റേത് ഒരു പദ്യം നൽകിക്കൊണ്ടും. ഇത് ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, അവഗണിക്കാൻ പാടില്ല. കാരണം 100% നമുക്കതിൻ്റെ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ചോദ്യങ്ങളായിരിക്കും അത്. ഒന്ന് ശ്രദ്ധിച്ച് വായിച്ചാൽ തന്നെ നമുക്ക് അതിൽ നിന്ന് തന്നെ അതിൻ്റെ ആൻസർ കണ്ടെത്താൻ കഴിയുന്നതാണ്. 106ാമത്തെ ക്വസ്റ്റ്യൻ, അൽ യൗമു ഖംർ വഗദൻ അംർ. ഇന്ന് കള്ള് നാളെ കാര്യം. ഇത് ആരുടെ വാക്കുകളാണ്? ഈ ഒരു വാക്കുകൾ കേൾക്കുമ്പോൾ തന്നെ ഇതിൻ്റെ ഉത്തരം നമുക്ക് എഴുതാൻ സാധിക്കും. ഇത് ഇംറുൽ ഖൈസിൻ്റെ വളരെ പ്രശസ്തമായിട്ടുള്ള വാക്കുകളാണ്. അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ മരണവാർത്ത അറിഞ്ഞ സമയത്ത് അദ്ദേഹത്തിൻ്റെ പ്രതികരണമായി കൊണ്ടുവന്ന വാക്കുകളിൽ നിന്നുള്ള ഒരു വചനമാണിത്. അദ്ദേഹത്തിൻ്റെ പിതാവ് അദ്ദേഹത്തെ കൊട്ടാരത്തിൽ നിന്ന് പുറത്താക്കുകയും അങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് മലിക്ക് ലലീലായിക്കൊണ്ട് അദ്ദേഹം അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നിടക്കാണ് അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ മരണവാർത്ത കേൾക്കുന്നത്. ആ സമയത്ത് അദ്ദേഹം നടത്തിയ പ്രതികരണമാണിത്. ലയ്യഅനി അബി സഗീറൻ വഹമ്മലനി ദമഹു കബീറ ലാ സഹവൽ യൗം വലാ സക്ര ഗദ അൽ യൗമ ഖംർ വഗദൻ അംർ. എൻ്റെ പിതാവ് എന്നെ ചെറുപ്പത്തിൽ എന്നെ വയ്യാധാരമാക്കി എന്നെ ഉപേക്ഷിച്ച് കളയുകയുണ്ടായി. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ രക്തത്തിന് പ്രതികാരം ചോദിക്കാൻ എന്നെ ചുമതലപ്പെടുത്തിയിരിക്കുന്നു. ലാ സഹ്വല്യവും, ഇന്ന് ഉറക്കമില്ല, വലാ സക്രവത, നാളെ ലഹരിയുമില്ല, അല്യവും ഹംർ, ഇന്ന് കള്ള്, വാദൻ അമ്ര, നാളെ കാര്യം എന്ന് അദ്ദേഹം ഈ സമയത്ത് പ്രതികരിച്ചതാണ്. ഇത് കൃത്യമായിക്കൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടതാണ്. അദ്ദേഹവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളിലെല്ലാം തന്നെ കാണുന്ന ഒരു ചോദ്യം കൂടെയാണിത്. അടുത്ത ക്വസ്റ്റ്യൻ, ഐന യഖഉ അബുൽ ഹൗൽ. അബുൽ ഹൗൽ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? അബുൽ ഹൗൽ എന്നാൽ നമുക്കറിയാം അതൊരു പ്രതിമയാണ്.
മനുഷ്യൻ്റെ തലയും സിംഹത്തിൻ്റെ ഉടലുമുള്ള ഒരു പ്രതിമയാണത്. അത് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ എ മിസ്ർ, ഓപ്ഷൻ ബി റോസിയ, ഓപ്ഷൻ സി പാരീസ്, ഓപ്ഷൻ ഡി ലണ്ടൻ. എവിടെയാണ് അബുൽ ഹൗൽ എന്ന പ്രതിമ സ്ഥിതി ചെയ്യുന്നത്? ദ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ മിസ്ർ. അത് മിസ്റിലാണുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, സുമ്മിയത്ത് ബാലു കസായിദി അബു ഫറാസിൽ ഹംദാനി ബിറൂമിയാത്ത് ലി അന്നഹു കതബഹ. അബൂ ഫറാസുൽ ഹമദാനിയുടെ ചില ഖസായിദുകൾ, അദ്ദേഹത്തിൻ്റെ ചില കവിതകൾ റൂമിയാത്ത് എന്ന പേരിൽ അറിയപ്പെടുന്നു. ഇതിന് കാരണം എന്താണ്? ഓപ്ഷൻ എ അൻ താരിഖ് റൂം, അദ്ദേഹം റൂമിൻ്റെ ചരിത്രമാണ് അതിൽ എഴുതിയിരിക്കുന്നത്, അതുകൊണ്ടാണ് അതിന് റൂമിയാത്ത് എന്ന പേര് കിട്ടിയത്. രണ്ടാമത്തേത് അൻ ഖിസ്സത്തി മലിക്കുർ റൂം, അതിൽ റോമിലെ രാജാവിൻ്റെ കഥ പറയുന്ന ഒരു ഖസീദയാണ്, അതുകൊണ്ടാണ് അങ്ങനെ അതിനെ പേര് വിളിക്കുന്നത്. മൂന്നാമത്തെ ഓപ്ഷൻ വഹുവ അസീറുൻ ഫി റൂം, അദ്ദേഹം റോമിൽ ബന്ധനസ്ഥനായി കഴിയുന്ന, തടവിലാക്കപ്പെട്ട അവസ്ഥയിൽ നിൽക്കുന്ന സമയത്ത് അദ്ദേഹം എഴുതിയതാണ് റൂമിയാത്ത് എന്നുള്ളതാണ്. ഓപ്ഷൻ ഡി അനി സഖാഫത്ത് റോം, റോമിൻ്റെ സംസ്കാരം വിളിച്ചോതുന്ന കവിതകളാണത്, അതുകൊണ്ടാണ് അതിനെ റൂമിയാത്ത് എന്ന് വിളിക്കുന്നത്. ഏതാണ് കറക്റ്റ് ആൻസർ? ദ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി വഹുവ അസീറുൻ ഫിർ റോം, അദ്ദേഹം റോമിൽ തടവുകാരനായി നിൽക്കുന്ന സമയത്ത് അദ്ദേഹം എഴുതിയ കവിതയാണിത്. അദ്ദേഹം എഴുതിയ ഖസായിദാണ് റൂമിയാത്ത് എന്ന പേരിൽ അറിയപ്പെടുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, തൂഫിയ അബുൽ ഹസൻ അലി നദ്വി, അബുൽ ഹസൻ അലി നദ്വി മരണപ്പെട്ടത് എന്ന്? അദ്ദേഹത്തെ അലിമിയാൻ എന്ന പേരിലാണ് അറിയപ്പെടുക. അദ്ദേഹം മരണപ്പെട്ടത് ഓപ്ഷൻ എ 1998, ഓപ്ഷൻ ബി 1999, ഓപ്ഷൻ സി 1997, ഓപ്ഷൻ ഡി 1989. ദ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി 1999 അബുൽ ഹസൻ അലി നദ്വി എന്ന മഹാപണ്ഡിതൻ മരണമടയുന്നത്. അൽ മുസ്ലിമൂന ഫിൽ ഹിന്ദ് എന്ന ഗ്രന്ഥത്തിൻ്റെയൊക്കെ രചയിതാവ് അദ്ദേഹമാണ് എന്ന് നമ്മൾ പഠിച്ചു വെക്കേണ്ടതാണ്. 110ാമത്തെ ക്വസ്റ്റ്യൻ, അർ റഹീഖുൽ മഖ്തൂം കിതാബുൻ മഷ്ഹൂറുൻ ലി മുബാറക് ഫൂരി മൗദൂഉഹു. മുബാറക് ഫൂരിയുടെ വളരെ പ്രസിദ്ധമായിട്ടുള്ളൊരു ഗ്രന്ഥമാണ് അർ റഹീഖുൽ മഖ്തൂം എന്നത്. ഇതിൽ പ്രതിപാദിക്കുന്ന വിഷയം എന്താണ്? ഓപ്ഷൻ എ അസീറ അന്നബവിയ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രമാണത്. ഓപ്ഷൻ ബി അൽ റിവായ ഇസ്ലാമിയ, ഇസ്ലാമിക് നോവലാണതിൽ. ഓപ്ഷൻ സി അൽ ഹദീസുൻ നബവി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളാണ്. ഓപ്ഷൻ ഡി താരീഖു യസ്രിബ്, യസ്രിബിൻ്റെ ചരിത്രമാണ്, മദീനയുടെ ചരിത്രമാണതിൽ. ദ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ അസീറ അന്നബവിയ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത ചരിത്രമാണ് അർ റഹീഖുൽ മഖ്തൂം എന്ന മുബാറക് ഫൂരിയുടെ ഗ്രന്ഥത്തിലെ പ്രതിപാദ്യ വിഷയം. ദ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. നമ്പർ 111, സാഹിബു അവാരിഫുൽ മആരിഫ്, അവാരിഫുൽ മആരിഫ് എന്ന ഗ്രന്ഥത്തിൻ്റെ രചയിതാവ് ആരാണ്? ഓപ്ഷൻ എ അബ്ദുൽ ഹയ്യുൽ ഹസ്നി, ഓപ്ഷൻ ബി മുഹമ്മദ് അറാബി അന്നദ്വി, ഓപ്ഷൻ സി സൽമാൻ അന്നദ്വി, ഓപ്ഷൻ ഡി അബുൽ ഹസൻ അലി നദ്വി. ദ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ അബ്ദുൽ ഹയ്യുൽ ഹസ്നി, ഇദ്ദേഹത്തിൻ്റേതാണ് അവാരിഫുൽ മആരിഫ് എന്ന പ്രസിദ്ധമായിട്ടുള്ള ഗ്രന്ഥം. 12ാമത്തെ ക്വസ്റ്റ്യൻ, അൽ ഫത്ഹുൽ മുബീൻ ഫി മദ്ഹിൽ അമീൻ യുൻസബു ഇല. അൽ ഫത്ഹുൽ മുബീൻ ഫി മദ്ഹിൽ അമീൻ യുൻസബു ഇല, ഈ ഒരു ഗ്രന്ഥം എവിടേക്കാണ് ചേർക്കപ്പെടുന്നത് എന്നുള്ളതാണ്. ഈ ഒരു ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യനാണ്. ഈ ക്വസ്റ്റ്യനിൽ ചില അപാകതകളുണ്ട്, അതുകൊണ്ട് തന്നെ ഇത് ക്യാൻസൽ ചെയ്ത ക്വസ്റ്റ്യനാണ്. ആ വർഷം 2020 ഫെബ്രുവരിയിൽ നടന്ന കേട്ടറ്റ് ക്വസ്റ്റ്യനാണല്ലോ നാം ചർച്ച ചെയ്യുന്നത്. ആ സമയത്ത് ഇത് ക്യാൻസൽ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യനാണ്. 113ാമത്തെ ക്വസ്റ്റ്യൻ,
മൻ യുറഫു ബബ്ഗാഉൽ ഹിന്ദ്. ബബ്ഗാഉൽ ഹിന്ദ് എന്ന പേരിൽ, ഇന്ത്യയുടെ തത്ത എന്ന പേരിൽ അറിയപ്പെടുന്നത് ആരാണ്? ഓപ്ഷൻ എ ഗുലാം അലി ആസാദ്, ഓപ്ഷൻ ബി അൽ ഖാദി അബ്ദുൽ മുഖ്തദിർ കിന്ദി, ഓപ്ഷൻ സി അമീർ ഖസിറു, ഓപ്ഷൻ ഡി മുഹമ്മദ് ഇഖ്ബാൽ. ദ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി അമീർ ഖുസിറു എന്ന് പറയുന്ന വ്യക്തിയാണ്. ബബ്ഗാഉൽ ഹിന്ദ്, സൗത്തുൽ ഹിന്ദ് എന്നും ഇദ്ദേഹത്തെ അറിയപ്പെടാറുണ്ട്. ബബ്ഗാഉൽ ഹിന്ദ് എന്ന് അറിയപ്പെടുന്നത് അമീർ ഖുസിറു. ദ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. 114 ക്വസ്റ്റ്യൻ. മജല്ലത്ത് സൗത്തുൽ ഹിന്ദ് തുസ്ദറു മിൻ. സൗത്തുൽ ഹിന്ദ് എന്ന മാഗസിൻ എവിടെ നിന്നാണ് പ്രസിദ്ധീകരിക്കുന്നത്? ഓപ്ഷൻ എ മുംബൈ, ഓപ്ഷൻ ബി മസർ, ഓപ്ഷൻ സി ന്യൂഡൽഹി, ഓപ്ഷൻ ഡി സൂരിയ. ദ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി മസർ. മസറിൽ നിന്നാണ് സൗത്തുൽ ഹിന്ദ് എന്ന മാഗസിൻ പ്രസിദ്ധീകരിക്കുന്നത്. 115 ക്വസ്റ്റ്യൻ. അൽ അറൂൽ ഹുവ. ഇൽമുൽ അറൂദിലെ ഒരു ഭാഗമാണിത്. അറൂൽ എന്നത് ഇൽമുൽ അറൂദിൽ അറൂൽ എന്നത് ഏത് ഭാഗത്തിനാണ്, ഒരു കവിതയിലെ ഏത് ഭാഗത്തിനാണ് പറയുക എന്നുള്ളതാണ് ഇവിടെ ക്വസ്റ്റ്യൻ. ഇൽമുൽ അറൂലുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയിൽ കൃത്യമായി കൊണ്ട് ഇൽമുൽ അറൂലിൽ നിന്ന് കേട്ടിട്ട് PSC പോലെയുള്ള പരീക്ഷകൾക്ക് പഠിക്കേണ്ടത് കൃത്യമായി കൊണ്ട് തന്നെ വിശദീകരിച്ചിട്ടുള്ളൊരു വീഡിയോ ആണിത്. അതിൻ്റെ ലിങ്കും ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കാണാത്തവർക്ക് വേണ്ടി വെക്കുന്നുണ്ട്. നിങ്ങൾക്കത് കാണാവുന്നതാണ്. ഇവിടെ ഓപ്ഷൻ എ അത്തഫ്ഈലിയ അൽ അഖീറ ഫി ഷത്രിൽ അവൽ, ഓപ്ഷൻ ബി അത്തഫ്ഈലിയ അൽ അഖീറ ഫി ഷത്രി സാനി, ഓപ്ഷൻ സി മിസ്റാഉ സാനി മിനൽ ബൈത്ത്, ഓപ്ഷൻ ഡി മിസ്റാഉൽ അവൽ മിനൽ ബൈത്ത്. ദ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ തഫ്ഈലിയ അൽ അഖീറ ഫി ഷത്രിൽ അവൽ. ഈ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ നിർബന്ധമായിട്ട് നിങ്ങൾ ആ വീഡിയോ കണ്ട് മനസ്സിലാക്കുക. 116 ക്വസ്റ്റ്യൻ. ഇഷ്തഹറ ഗുലാം അലി ആസാദ് അൽ ബൽഗറമി. ഗുലാം അലി ആസാദ് അൽ ബൽഗറമി ഏത് മേഖലയിലാണ് പ്രസിദ്ധനായത്? അൽ റസാ, അൽ ഹജാ, അൽ ഗസിൽ, അൽ മദ്ഹ്. ഇതിൽ ഓപ്ഷൻ ഡി മദ്ഹിലാണ് ഇദ്ദേഹം എന്ത് ചെയ്തിട്ടുള്ളത്? പ്രസിദ്ധനായിട്ടുള്ളത്. ദ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി അൽ മദ്ഹ് എന്നതാണ്. 117 ക്വസ്റ്റ്യൻ. ബുനിയ അൽ ജാമി അൽ അസ്ഹർ. ജാമി അൽ അസ്ഹർ, അസ്ഹർ യൂണിവേഴ്സിറ്റി സ്ഥാപിക്കപ്പെട്ടത് ആരുടെ കാലഘട്ടത്തിലാണ്, അല്ലെങ്കിൽ ആരാണ്? അൽ മിസ്രിയൂൻ, മിസ്ർകാർ, അൽ ഉസ്മാനിയൂൻ, ഉസ്മാനിയാക്കൾ, അൽ ഫാത്തിമിയൂൻ, ഫാത്തിമിയാക്കൾ, അൽ അബ്ബാസിയൂൻ, അബ്ബാസിയാക്കൾ. ദ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. ഫാത്തിമിയാക്കളുടെ കാലഘട്ടത്തിലാണ് അസ്ഹർ യൂണിവേഴ്സിറ്റി സ്ഥാപിക്കപ്പെടുന്നത്. ദ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. 118 ക്വസ്റ്റ്യൻ. തഹാമ ഇസ്മുൻ കദീം ലി. തഹാമ എന്നുള്ളത് ഒരു പഴയ പേരാണ്. ഇത് ഏത് സ്ഥലത്തിൻ്റെ പേരാണ് എന്നുള്ളതാണ്. ഓപ്ഷൻ എ ജിദ്ദ, ഓപ്ഷൻ ബി മക്ക, ഓപ്ഷൻ സി മദീന, ഓപ്ഷൻ ഡി റിയാദ്. ഇവിടെ മക്കയുടെ പഴയ പേരായിരുന്നു അത്തിഹാമ എന്നുള്ളത്. ദ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. 119 ക്വസ്റ്റ്യൻ. മുഅസ്സിസു ദാറുൽ ഉലൂം ബി ദയൂബന്ദ്. ദാറുൽ ഉലൂം ദയൂബന്ദിൻ്റെ സ്ഥാപകൻ ആരാണ്? ഓപ്ഷൻ എ സക്കീർ ഹുസൈൻ, ഓപ്ഷൻ ബി അസയ്യിദ് അഹമ്മദ് ഖാൻ, ഓപ്ഷൻ സി മഹ്മൂദ് ഹസൻ, ഓപ്ഷൻ ഡി ഖാസിം നാനാത്തോയി. ദ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ഖാസിം നാനോത്തോയി. 120 ക്വസ്റ്റ്യൻ. ജംഉ കലിമത്തു ഉസ്താസ്. ഉസ്താസ് എന്ന കലിമത്തിൻ്റെ ജംഅ് ഏതാണ്? ആ ചോദ്യം വായിച്ചപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും ഇതിലൊരു അവ്യക്തതയുണ്ട്. ഈ ചോദ്യവും ആ കേട്ടറ്റിൻ്റെ സമയത്ത് ക്യാൻസൽ ചെയ്തിരുന്നു. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് തന്നെ 3 ക്വസ്റ്റ്യനുകൾ ആ സമയത്ത് ക്യാൻസൽ ചെയ്തിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. പ്രിയപ്പെട്ട കൂട്ടുകാരെ, 2020 ഫെബ്രുവരിയിൽ നടന്ന കേട്ടറ്റി കാറ്റഗറി 4 അറബിക് പേപ്പറിൻ്റെ, അതായത് പാർട്ട് 3
സെക്ഷൻ 1 പേപ്പറാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇതുപോലെയുള്ള പുതിയ വീഡിയോസ് ലഭിക്കുവാൻ ഇക്ര ചാനൽ നിങ്ങൾക്ക് സന്ദർശിക്കാവുന്നതാണ്. ഈ വീഡിയോ കണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി. ജസാക്കുമുല്ലാഹ് ഖൈറ.